ഹായ് പറയും. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് 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 പറയും കേട്ടോ. പല്ല് തേക്കണ്ട. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ കളിക്കും കേട്ടോ. അവൻ്റെ മൂടൊക്കെ ഒന്ന് റെഡിയായി വരുന്നവരെ ഞങ്ങളിങ്ങനെ കളിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ ബ്രഷ് കൊണ്ട് കളിക്കാൻ പറ്റുന്ന കളിയൊക്കെ അവൻ കളിക്കും. ഇപ്പോൾ ഇതേ ഒരാൾ പല്ല് തേച്ച് തുപ്പിയ സീനാണ് നിങ്ങൾ കണ്ടത്. പല്ല് തേക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പല്ല് തേക്കാനല്ല, ബ്രഷ് ഇട്ട് ഇങ്ങനെ കളിക്കുക. അത് കുറേ സമയം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്തിട്ട് മുഖമൊക്കെ കഴുകി കിട്ടും. ഇതിപ്പോൾ അവൻ്റെ മൂടൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ അതേ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. മുറ്റത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. മുറ്റത്ത് ഇറങ്ങുക, മണ്ണ് കളിക്കുക, കല്ലെടുത്തെറിയുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കൂട്ടിയിതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തുടർന്ന് യാത്രയാക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ പോവും. അപ്പോൾ രാവിലെ ആ പോകുന്ന ടൈമിൽ ഒരു ബഹളമാണ്. വണ്ടീൻ്റെ മുകളിൽ കയറാനും പിന്നെ കൂടെ പോകാനും ഒക്കെ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിലൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, വണ്ടീൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് സോപ്പിട്ട് ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യുക. അച്ഛൻ കൂട്ടാൻ വരും, നമുക്ക് കുളിച്ചിട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. ഇപ്പം ഏട്ടൻ പോയി, ഞങ്ങൾ രണ്ടാളും തിരിച്ച് അകത്തേക്ക് വന്നു കേട്ടോ. ഇനിയിപ്പം ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കളിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനെ കുളിപ്പിക്കും. കുളിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അധിക ദിവസവും കുളിച്ചതിന് ശേഷമാണ് കേട്ടോ കഴിക്കുക. ചില ദിവസങ്ങളിൽ മാത്രമേ അല്ലാണ്ട് കഴിക്കൂ. അപ്പോൾ അതേ ഞാൻ ഇനി മോനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കുക. കാരണം നല്ല തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുക. അല്ലാണ്ട് അവന് തണുത്ത വെള്ളമൊക്കെ ഓക്കെയാണ്. ഞാൻ ആദ്യം ഇങ്ങനെ ഓക്കെ ആക്കി കൊണ്ടുവന്നതിനെ കൊണ്ട് തണുപ്പൊന്നും അവന് കുഴപ്പമില്ല. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ കഴിച്ചു, ഇപ്പം അവന് കൊടുക്കുകയാണ്. ഇന്നിപ്പം വെള്ളപ്പാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. കഴിച്ചില്ല. അങ്ങനെ ഇത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി കുറച്ച് സമയം പുറത്തുനിന്ന് കളിക്കും. അപ്പോൾ അവൻ കളിക്കുന്ന ടൈമിൽ എനിക്ക് അലക്കി വെച്ചതൊക്കെ ആറിടാനുണ്ട്. അപ്പോൾ ഞാനും അവനെ പുറത്തേക്ക് കൂട്ടും. അവൻ ഉണരുന്നതിൻ്റെ മുന്നേ ഞാൻ അലക്കലും തുടയ്ക്കലും അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ഞാൻ ഉണരുന്നതിൻ്റെ മുന്നേ തീർക്കും കേട്ടോ. ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ കളിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പുറത്തിറക്കിയാൽ പിന്നെ ഫുൾ കുരുത്തക്കേടാണ് ഗൈസ്. ഇവിടെ വെച്ച ഏണീൻ്റെ മുകളിൽ കയറാൻ വേണ്ടി നോക്കുകയാണ്. ഇതുപോലുള്ള കുരുത്തക്കേടുകളാണ് ഉണ്ടാകുക കയ്യിൽ.
അപ്പോൾ ഇതയാളെ ഞാൻ ഉറക്കി, നല്ല ഉറക്കത്തിലാണ്. ഇനി കുറച്ച് സമയം അവൻ ഉറങ്ങും. അപ്പോൾ എനിക്ക് കുളിക്കണം. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു ഇന്നലെ ഫ്രിഡ്ജിലുള്ളത്, അത് ഞാൻ പുറത്തെടുത്തിട്ട് അത് പൊരിക്കാൻ വെക്കണം. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് കുഴച്ച് വെച്ചാൽ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് അത് പൊരിക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ അതൊക്കെ മുറിച്ച് മസാല പുരട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ചിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി പോകാം. കുളിച്ച് വരുമ്പോഴത്തേക്ക് അത് മസാല പിടിച്ചിട്ട് റെഡി ആയിക്കോളും. എന്നിട്ട് പൊരിക്കും. അപ്പോൾ നമ്മുടെ ആൾ എണീറ്റ് വന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം അമ്മ നഴ്സറിയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചായ ഒക്കെ കുടിച്ചുവിട്ടു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മ വരുമ്പോൾ ഉപ്പുമാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ച് ഇനിയിപ്പം ഒരു വൈകുന്നേരം ഒരു 5-5:30 തൊട്ട് 8 മണി വരെയൊക്കെ അവൻ്റെ പ്ലേ ടൈമാണ് കേട്ടോ. അവൻ ഇങ്ങനെ കളിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വണ്ടി ഓടിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടിയിലായിരിക്കും. കളിച്ച് നല്ലോണം ക്ഷീണിച്ചിട്ട് ഞാൻ രാത്രിത്തെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അവൻ കഴിക്കല്ലോ. ഇന്ന് ഞാനിപ്പോൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കും. ഇന്ന് ഞാനിപ്പോൾ ദോശ കൊടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അവനെ മേല് കഴിക്കാൻ. മേല് കഴിച്ചിട്ട് അതേപടി അങ്ങ് ഉറക്കാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതേ മോൻ ഫ്രഷായി വന്നു. ഞാൻ അവന് ഉപയോഗിക്കുന്നത് ഈ ഒരു സോഫ്റ്റ് സെൻസിൻ്റെ ബേബി ലോഷൻ കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് നല്ല സ്മെല്ലും ഒക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതേപോലെ കിടന്നിട്ട് പാല് കുടിച്ചിട്ട് ഉറങ്ങും കേട്ടോ. പിന്നെ രാത്രിയിൽ അവനെ ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കാൻ എണീറ്റിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുള്ളൂ കേട്ടോ. രാത്രി നല്ല മോനായിട്ട് ഉറങ്ങും.